വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മഖാം ഷെരീഫിലെ 3 ദിവസങ്ങളിലായി നടത്തുന്ന 24ാമത് ആണ്ടുനേർച്ചയ്ക്ക് മുന്നോടിയായി അവലോകന യോഗം ചേർന്നു. ചേലക്കര MLA UR പ്രദീപ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. വരവൂർ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുള്ളാഹി മുഹമ്മദ് കുട്ടി മസ്താന്റെ പേരിൽ വർഷം തോറും നടത്തപ്പെടുന്ന നേർച്ചയ്ക്ക് മുന്നോടിയായാണ് അവലോകന യോഗം ചേർന്നത്. ജനുവരി 24, 25, 26 ദിവസങ്ങളിലായാണ് നേർച്ച നടക്കുന്നത്. മഖാം ഹാളിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗം PS പ്രദീപ്, തഹസിൽദാർ രാജേഷ് മാരാത്ത്, മഖാം ട്രസ്റ്റ് സെക്രട്ടറി VB ഷെരീഫ്, ട്രസ്റ്റ് ചെയർമാൻ MH മുഹമ്മദ് അലി, ട്രസ്റ്റ് അംഗം ഷൌക്കത്ത് അലി ഓണംപിള്ളി, വില്ലേജ് ഓഫീസർ, പോലീസ്, എക്സൈസ്, KACB, വാട്ടർ അതോറിറ്റി, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 5 ദിവസം നടത്തിയിരുന്ന സംഭവം 3 ദിവസങ്ങളായി ചുരുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനം കൂടുതൽ വരും. അപ്പോൾ പബ്ലിക് കൂടുതൽ വരുന്ന സ്ഥലമായതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഇടപെടണം എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെയും പള്ളി ഭാരവാഹികളുടെ എല്ലാവരുടെയും യോഗം നമ്മൾ വിളിച്ചു കൂട്ടുന്നത്. ഏകദേശം കഴിഞ്ഞ 3 ദിവസത്തെ കണക്ക് മാത്രമേ 10,475 കിലോ നിങ്ങളുടെ കണക്ക് പ്രകാരം 3 ദിവസത്തെ കണക്ക് 10,475 കിലോ അരി അന്ന് ചിലവായിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതലാവുമെന്ന കാര്യത്തിൽ സംശയമില്ല, അല്ലേ? 5 ദിവസത്തെ കണക്ക് വേറെയാണ്. അത് 3 ദിവസം എടുത്താൽ തന്നെ അത്രയും അല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ 3 ദിവസം വെച്ച് തന്നെ 10,475 കിലോ ആയിട്ടുണ്ട് 3 ദിവസത്തെ കണക്ക്. അപ്പോൾ അതിനേക്കാൾ കൂടാൻ സാധ്യതയുണ്ട്. ശരി. അപ്പോൾ നമുക്ക് ഈ എത്ര ആളുകൾ 3 ദിവസം കൊണ്ട് വരും എന്നൊരു ധാരണ നമുക്ക് മുൻകൂട്ടി വേണം. വരുന്ന ആളുകളുടെ നമ്മൾ കഴിഞ്ഞ വട്ടം പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് വരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായി ഈ രീതിയിൽ ഭക്ഷണം കൊടുക്കാനും അവരെ പോകാനും വരുന്ന ഈ വഴി പോകുന്ന പബ്ലിക്കിനും പ്രയാസം വരാത്ത രീതിയിൽ വേണം ഇത് കൈകാര്യം ചെയ്യാം. റൈറ്റ് വിഷൻ ന്യൂസ്, വരവൂർ.